യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വചനങ്ങൾ, 15 വരെയുള്ള വചനങ്ങൾ നമുക്ക് വായിക്കാം. അവിടെ എഴുതിയിരിക്കുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പം പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവൻ ആകുന്നു, താൻ ആരെയും പരീക്ഷിക്കുന്നതുമില്ല. ഓരോരുത്തൻ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുകയാൽ ആകുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പിറന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വഞ്ചിക്കപ്പെടരുത്. നോക്കിക്കേ, അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വന്തം മോഹം നിറവേറ്റുമ്പോൾ നമ്മൾ പരീക്ഷയിൽ അകപ്പെടുന്നു എന്ന് നമുക്ക് അവിടെ നിന്ന് കാണുവാൻ കഴിയും. സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ട് നാം പരീക്ഷിക്കപ്പെടുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ ചോദിക്കും, ദൈവം എന്താണ് എന്നെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹം കൂടുമ്പോഴാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. നമ്മുടെ മോഹമാണ് നമ്മെ പരീക്ഷയിലേക്ക് കടത്തിവിടുന്നത്. പരീക്ഷിക്കപ്പെടുമ്പോൾ നാം ദൈവത്തെ കുറ്റം പറയാൻ പാടില്ല. അവിടെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 2-ാം വചനം നമ്മൾ വായിക്കുമ്പോൾ, എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ചില പരിശോധനകൾ നമ്മുടെ വിശ്വാസത്തെ അളക്കാൻ വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവം നമ്മെ പരീക്ഷിക്കുന്നില്ല. നമ്മൾ രോഗികളാകുമ്പോൾ, നമ്മൾ കടഭാരത്താൽ പ്രയാസപ്പെടുമ്പോൾ, നമ്മൾ പ്രശ്നത്തിൽ കുടുങ്ങുമ്പോൾ നാം ദൈവം എന്തിനാണ് എന്നെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിക്കുന്നത് തെറ്റാണ്. നമ്മുടെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം ഹിതമല്ലാത്തത് ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് ദൂരത്താകുകയും നാം പരീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പാപമാണ്, മോഹിക്കുന്നത് പാപമാണ് എന്ന് നമ്മളെ ദൈവം പഠിപ്പിക്കുകയാണ്. മോഹത്താൽ വശീകരിക്കപ്പെടുകയാണ് നാം ഓരോരുത്തരും. അങ്ങനെ നമ്മൾ പരീക്ഷയിൽ അകപ്പെടുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ലോകത്തെ മോഹിക്കുന്നത് നിർത്തിയിട്ട്, അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, ദൈവം തരുന്നതെല്ലാം നല്ല ദാനങ്ങളാണ്. ദൈവം ഒരു മനുഷ്യനെയും പരീക്ഷിക്കുകയില്ല. നല്ല ദാനങ്ങളെ തന്ന് ദൈവം നമ്മെ സഹായിക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ മോഹങ്ങളിൽ കുടുങ്ങിക്കിടക്കുമ്പോൾ നാം പരീക്ഷിക്കപ്പെടുന്നു. നമ്മുടെ മോഹങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ദൈവഹിതമില്ലാത്തത് നാം മോഹിച്ച് നാം പാപത്തെ ഗർഭം ധരിക്കുന്ന മനുഷ്യരാണോ, മരണത്തെ പ്രസവിക്കുന്ന മനുഷ്യരാണോ എന്ന് നാം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഈ വചനത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.